ബി ഗോപാൽ താങ്കളെ പറ്റി വ്യക്തിപരമായി പറഞ്ഞിരുന്നു. അതിനോട് ചേർത്ത് മറുപടി, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് മുഖങ്ങളിൽ ഇങ്ങനെയൊന്നും പറയാത്ത ആളല്ല ആർഷോ. എല്ലാ കാലവും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ജെ എം ലിങ്ദോ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷനെ ജോസഫ് മൈക്കൽ ലിങ്ദോ എന്ന ഫുൾ പേര് പറഞ്ഞത് മുതൽ, പൗരത്വ കാലത്ത് വസ്ത്രം നോക്കി ആളെ തിരിച്ചറിയാമെന്ന് പറയുന്നത് മുതൽ, ഈ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ എന്താണ് അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കം നടക്കുന്നു, അതിന് മൻമോഹൻ സിംഗ് പാകിസ്ഥാനുമായി ചർച്ച നടത്തിയെന്ന് പച്ചക്കള്ളം പറഞ്ഞത് മുതൽ തെരഞ്ഞെടുപ്പ് ഓർമുഖത്ത് ഇത് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിക്ക് ഒരു പുതുമയല്ല ആർഷോ. അതിനകത്ത് കൃത്യമായി ഇവിടെ പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ അങ്ങേയറ്റം നെറികെട്ട രാജ്യവിരുദ്ധമായിട്ടുള്ള വർത്തമാനമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ കേരളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിന് കൊമ്പുണ്ടോ എന്നുള്ള നിലയ്ക്ക് BJPയുടെ പ്രതിനിധി ചർച്ചയുടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സൂചിപ്പിക്കുന്ന ഒരു നില ഉണ്ടായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ള ജനങ്ങളുടെ ഉറപ്പ് എന്നുള്ളത് അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ കരുത്ത് എന്നുള്ളത് ഒരു കാലത്തും ഒരു ഘട്ടത്തിലും ഗുജറാത്തിലേതുപോലെ, ഒറീസയിലേതുപോലെ, മണിപ്പൂരിലേതുപോലെ മനുഷ്യക്കുരുതി അരങ്ങേറുന്ന ഒരിടമായിട്ട് ഈ നാട് മാറില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലും മതത്തിൻ്റെ പേരിൽ, വർഗീയത പേരിൽ ഈ നാട്ടിലെ മനുഷ്യരെ തമ്മിലടുപ്പിച്ച് രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ രക്തച്ചൊരിച്ചിൽ നിന്ന് മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP രാഷ്ട്രീയ ലാഭം കൊയ്യുന്നത് പോലെ ഒരു സാഹചര്യം ഈ നാട്ടിൽ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ കരുത്ത്. ആ കരുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് സംഘപരിവാരത്തെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച് എന്തെല്ലാം പാഴ്ശ്രമങ്ങൾ നടത്തിയിട്ടും കേരളത്തിനകത്ത് നിങ്ങൾ ക്ലച്ച് പിടിക്കുന്ന നിലയുണ്ടാവാത്തത്. കൃത്യമായി രാഷ്ട്രീയ കരുത്തോടെ നിങ്ങളെ അകറ്റി നിർത്താനുള്ള രാഷ്ട്രീയ ബോധ്യം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. എന്തെല്ലാം വിദ്വേഷം, എന്തെല്ലാം വെറുപ്പ് വമിപ്പിക്കുന്നവ ഈ നാടിനെ കുറിച്ച് നിങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി. ഇപ്പോൾ കേരള സ്റ്റോറിയൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അങ്ങനെ ഏത് നിലക്കുള്ള ശ്രമം നടത്തി കഴിഞ്ഞാലും ഈ നാട് പരാജയപ്പെടില്ല എന്നുള്ളതാണ്. അദ്ദേഹം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള നിലയിലേക്കുള്ള വലിയ ആത്മവിശ്വാസം പ്രചരിപ്പിക്കുന്ന സാഹചര്യം കണ്ടു. എന്തിൻ്റെ പുറത്തു നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 2024 ഇന്ത്യ എത്തിച്ചേർന്നിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് ഈ നാടിന് നല്ല ബോധ്യമുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയല്ലേ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷക്കാലത്ത് നരേന്ദ്രമോദി ഭരണത്തിന്റെ ഉൽപ്പന്നം എന്താ? ലോകത്ത് തന്നെ ഏറ്റവും അധികം പരമദരിദ്രരുള്ള രാജ്യമായിട്ട് ഇന്ത്യ പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതല്ലേ 10 വർഷക്കാലത്ത് നരേന്ദ്രമോദി ഭരണത്തിന്റെ ഉൽപ്പന്നം. ഈ രാജ്യത്ത് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള അതിരൂക്ഷമായി ജനങ്ങളെ ബാധിക്കുന്ന സാഹചര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 10 വർഷത്തിനിടയിൽ ചില കോർപ്പറേറ്റുകൾ അല്ലാതെ, നരേന്ദ്രമോദിയുടെ തോഴന്മാരായ കോർപ്പറേറ്റുകൾ അല്ലാതെ ആർക്കാണ് നേട്ടമുണ്ടായിട്ടുള്ളത് ഈ 10 വർഷം കൊണ്ട്? ലോകത്തിൽ ഏറ്റവും അധികം തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ യുവാക്കൾ തിങ്ങിപ്പാർക്കുന്ന അസന്തുഷ്ടരായ മനുഷ്യരുള്ള രാജ്യമാക്കി 2024 എത്തുമ്പോഴേക്കും ഇന്ത്യയെ പരിവർത്തനം ചെയ്തിട്ടുള്ള നിങ്ങൾ മേനി നടിച്ചുകൊണ്ടിരിക്കുക ഈ നാടിനെ വർഗീയമായി ധ്രുവീകരിച്ച് വീണ്ടും അധികാരത്തിൽ തുടരാമെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരോട് ഉയർത്തെഴുന്നേൽപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. സംഘപരിവാരത്തിന്റെ നെറികെട്ട ഭരണത്തെ വലിച്ചു താഴെയിടുന്നതായിരിക്കും 18ാമത് പൊതു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. ഈ റിസൾട്ട് രാജ്യത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, ഇന്ത്യയെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളതിനകത്ത് തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം പറഞ്ഞ എല്ലാ വെളിവുകേടിനും മറുപടി പറയാൻ വേണ്ടിയിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചാണകം ഇങ്ങനെ തിന്ന് തൊണ്ടയിൽ കുടുങ്ങി കഴിയുമ്പോൾ പറയുന്ന നെറികെട്ട വളിച്ച വർത്തമാനങ്ങൾക്ക് മറുപടി പറയാൻ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറയേണ്ട ഘട്ടങ്ങൾക്ക് ഇതിനു മുൻപ് പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഈ നിലക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത്. ആനന്ദ് കൊച്ചുകൂടി നേരത്തെ സംസാരിച്ച ഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഹലോ അദ്ദേഹം സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാചകങ്ങളെ പ്രധാനമന്ത്രി പറഞ്ഞ നെറികെട്ട വാക്കുമായിട്ട് താരതമ്യം ചെയ്ത് അതിനെ ഒരുമിച്ച് ചേർത്തൊന്ന് കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന നിലയുണ്ടായി. അത് ഈ പറഞ്ഞ ആൾ ഉൾപ്പെടെ ഈ നരേന്ദ്രമോദി ഈ നാട്ടിൽ, ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും നീചമായ വർത്തമാനം, അതിന്റെ ഗ്രാവിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി മാത്രം ഉപകരിക്കുന്ന നിലയിൽ, അതിന്റെ ഗ്രാവിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അധിക പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നിലയാണ് ആനന്ദ് കൊച്ചുകൂടിയുടെ ഉൾപ്പെടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർത്തിയ വിമർശനം, അദ്ദേഹം പറഞ്ഞ പ്രയോഗത്തിന്റെ തൊട്ട് മുൻപും അതിനു മുൻപും അതിനു ശേഷം പിണറായി വിജയനെതിരെ പറഞ്ഞാൽ എല്ലാവരും മോദിക്ക് വേണ്ടി പണിയെടുക്കുന്നതിനാണെന്ന് പറയല്ലേ? ആനന്ദ് കൊച്ചുകൂടിയുടെ ലേഖനം വായിച്ചാൽ അറിയാം.
എന്നാൽ ഏത് പൊളിറ്റിക്കൽ പൊസിഷനിൽ ആനന്ദ് ബച്ചു എല്ലാവർക്കും അറിയാം. സർ, പിണറായി വിജയനെ പറ്റി പിണറായി വിജയനെതിരെ പറഞ്ഞ എല്ലാവരും അങ്ങ് മോദി അനുകൂലികളാണ് എന്നൊരു ചാപ്പ അടിച്ചു കൊടുക്കല്ലേ ഹർഷം? അങ്ങനെയല്ലല്ലോ ഒരു ചാപ്പ അടിച്ചു കൊടുക്കല്ലേ? ഒരു ചാപ്പയുടെയല്ലോ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആനന്ദ് ബച്ചു ലേഖനങ്ങൾ വായിക്കും, ഒരുപാട് ലേഖനങ്ങൾ എഴുതാറുള്ള ആളാണ്. ഏത് പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കുന്ന ആളാണ് ആലോചിക്കും. അല്ല എനിക്ക് ലേഖനം വായിക്കുന്നതിന് വേണ്ടി ആശുപത്രി ഉപദേശിച്ചൊന്നും ആവശ്യമില്ല. അത് വെക്ക്. ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞ ഏറ്റവും നീചമായ വർഗീയ പരാമർശത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിനോട് കൊണ്ടുപോയി ചേർത്ത് കെട്ടാണ് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ്. പിണറായി വിജയൻ പറഞ്ഞത് എന്താ? ഈ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടി തയ്യാറാകാതെ രാഹുൽ ഗാന്ധി വന്നു നിന്ന് പറഞ്ഞ വർത്തമാനത്തിനുള്ള മറുപടി പറഞ്ഞത്. അതിനെ എങ്ങനെ നരേന്ദ്രമോദി പറഞ്ഞ പിണറായി വിജയൻ പറയുന്ന ആ രാഷ്ട്രീയത്തിലൊന്നും ആരും പ്രശ്നം കാണുന്നില്ല. ഇവിടെ പി വി അൻവർ എന്ന് പറയുന്ന ഒരു സാമാജികനാണ്. പി വി അൻവർ എന്ന് പറയുന്ന ഒരു സാമാജികൻ പറയുന്ന അങ്ങേയറ്റം പന്ന വർത്താനത്തെ പിണറായി വിജയൻ എൻഡോസ് ചെയ്യുന്നു, തള്ളിപ്പറയുന്നില്ല എന്നാണല്ലോ പ്രശ്നം. മനസ്സിലായി. ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞിട്ടുള്ള ആ പറഞ്ഞ വർത്തമാനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം ഇത് രണ്ടിനും ഒരുമിച്ച് കൊണ്ട് ചേർത്തൊരു അവതരണം നടത്തിയതിനകത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇടപെട്ടില്ല. സമയം